ഹലോ ഗായ്സ്, ഇന്നത്തെ കുറച്ച് വിശേഷം നമുക്ക് കണ്ടാലോ? അങ്ങനെ ഇന്ന് രാവിലത്തെ സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളയപ്പം കുറുമക്കറിയാണ്. വെള്ളയപ്പം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഗ്രീൻ പീസ് തലേദിവസം വെള്ളത്തിൽ കുതിർത്തായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി കുക്കറിൽ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ അമ്മയും കൂടി ഉരുളക്കിഴങ്ങ് നന്നാക്കുന്നുണ്ട്. അത് നന്നാക്കൽ കഴിഞ്ഞിട്ട് ഈ ഗ്രീൻ പീസിൻ്റെ കൂടെ ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേവിക്കാൻ വയ്ക്കുക. അത് വേവിക്കാൻ വെച്ച ശേഷം അതിലേക്കുള്ള സബോള, തക്കാളി, പച്ചമുളക് ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. എന്നിട്ട് അതൊന്ന് എണ്ണയിൽ നന്നായി ഒന്ന് വാട്ടിയെടുക്കാണ്ട്. അങ്ങനെ അത് നന്നാക്കൽ കഴിഞ്ഞു. ഇനി അതൊന്ന് വാട്ടിയെടുക്കണം. അത് കഴിഞ്ഞാൽ അതിലേക്കുള്ള നാളികേരം ചിരകി വെച്ചിട്ടുണ്ട്. ഇനി അത് നന്നായി ഒന്ന് അരച്ചെടുക്കാണ്ട്. അതിൽ കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാണ്ട്. അങ്ങനെ അതൊക്കെ അരച്ച് കഴിഞ്ഞു. അപ്പോഴേക്കും ഇതാ ഗ്രീൻ പീസും ഉരുളൻകിഴങ്ങും വെന്തിട്ടുണ്ട്. അപ്പോൾ അതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടിട്ട് ഞാൻ അതിലേക്ക് തക്കാളി, സബോള, പച്ചമുളക് ഇതൊക്കെ വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാണ്ട്. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. അങ്ങനെ കറിവേപ്പിലൊക്കെ ഇട്ട ശേഷം അതിലേക്ക് മുളകും പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ് ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായി ഒന്ന് മിക്സ് ആയ ശേഷം പാകത്തിന് വെള്ളമൊക്കെ ആക്കിയിട്ട് ഒന്നത് വേവിക്കാൻ വെക്കണം. അതൊന്ന് വെന്ത ശേഷം മുളകും പൊടിയും മല്ലിപ്പൊടിയും കുത്തൊക്കെ ഒന്ന് മാറി കിട്ടണം. അതൊന്ന് വെന്ത ശേഷം അരച്ച് വെച്ച നാളികേരം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പാകത്തിന് വെള്ളമൊക്കെ ആക്കി ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയിട്ട് നന്നായി ഒന്ന് വെന്ത ശേഷം അതൊന്ന് കടുക് പൊട്ടിക്കണം. പിന്നെ ഇന്ന് ഉച്ചത്തെ സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപ്പും മുരിങ്ങയിലയാണ് കേട്ടോ. അപ്പോൾ പരിപ്പ് അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് വെന്ത ശേഷം അതിലേക്ക് മുരിങ്ങയില ഇടണം. അത് കഴിഞ്ഞ് നാളികേരം ഒഴിച്ച് കടുക് പൊട്ടിക്കണം. അങ്ങനത്തെ പരിപ്പൊക്കെ വെന്തു. മുരിങ്ങയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം. അത് കഴിഞ്ഞാൽ അതിലേക്കുള്ള അരപ്പ് അരച്ച് വെക്കണം. അങ്ങനെ ആ മുരിങ്ങയിലൊക്കെ വെന്ത് കഴിഞ്ഞു. അരച്ച് വെച്ച നാളികേരം അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാണ്ട് പാകത്തിന് വെള്ളമൊക്കെ ആക്കി ഉപ്പൊക്കെ ഉണ്ടൊക്കെ നോക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് തിളച്ച ശേഷം അതൊന്ന് കടുക് പൊട്ടിക്കാണ്ട്. അപ്പോൾ അങ്ങനെ കറിയുടെയും പരിപാടി കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് അരി അടുപ്പത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വെന്തോ നോക്കാൻ പോകണം. അങ്ങനെ നോക്കിയപ്പോൾ അരി വെന്തിട്ടില്ല. അപ്പം അങ്ങനെ അതവിടെ മൂടി വെച്ച് കൂട്ടാൻ താളിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ കൂട്ടാനൊക്കെ വെന്തു. ഇനി ഒന്ന് താളിച്ചെടുക്കാണ്ട്. അങ്ങനെ കൂട്ടാൻ താളിക്കുന്ന പരിപാടിയും കഴിഞ്ഞു. ഇനി പാത്രം കഴുകാണ്ട്. കുറേ പാത്രങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ച് കഴുകാൻ നോക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം ചായ കുടിക്കാൻ. അങ്ങനെ പാത്രം കഴുകുകയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ചായ കുടിക്കാതിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി ചായ കുടിക്കുമായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് വേണം അച്ചൂര് കോളേജിൽ പോകാൻ. അപ്പോഴേക്കും ഇതാ അരി വെന്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പാത്രത്തിലാക്കി കൊടുത്ത് അരി ഊറ്റിക്കൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ അത് കറി ഇതൊക്കെ പാത്രത്തിലാക്കി കവറിൽ കെട്ടി വെച്ച് കൊടുക്കണം. ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകാൻ. കുറേ ദിവസമായി ധന്വന്തരി അമ്പലത്തിൽ പോകണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഇത്രയും വേഗം പണികൾ കഴിച്ചിട്ട് വേണം അമ്പലത്തേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. കാലത്തൊരു തിരക്ക് പിടിച്ച പണിയാണ്. കാലത്തെ പണി കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. എന്താ മുറ്റത്ത് ഗേറ്റിൻ്റെ അവിടെ നല്ല വഴുക്കില്ല കേട്ടോ. മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഗേറ്റിൻ്റെ അരിക്കൂടെ അങ്ങനെ പോവുക. അപ്പോൾ കുറച്ച് ബ്ലീച്ചിങ് പൗഡർ കിട്ടുമെന്നൊന്ന് അടിച്ച് കഴുകി കൊടുത്തു. നല്ല വഴുക്കിലൊന്നും അത്യാവശ്യം ഉണ്ട്. കാല് വെച്ച് അങ്ങനെ പോകും. ഒരു പ്രാവശ്യം ഇതേപോലെ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് കഴുകിയതാണ്. പിന്നെ ഇങ്ങനെ വെള്ളം പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ നല്ല വഴുക്കിലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കഴുകി അടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവൾ കോളേജിലേക്ക് പോകാൻ നോക്കുകയാണ്. അവൾ പോയി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇനി ബാക്കി പണികളൊക്കെ വേഗം കഴിച്ച് വെച്ചിട്ട് വേണം റെഡിയായിട്ട് അമ്പലത്തേക്ക് പോകാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ റെഡിയായി അമ്പലത്തേക്ക് പോകാൻ പോവാണ്. കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ അമ്പലത്തിലേക്ക്. ബസ്സിൽ പോകണം. അപ്പോൾ ആ ബസ് കയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുറത്ത് തുളസിയുടെ എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് തലയിൽ വെച്ചത് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലെത്തി. അപ്പോൾ ബസ് വന്നു. ബസ്സിൽ കയറി ഇത് അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അമ്പലത്തിൽ നല്ല തിരക്കുണ്ടാവും. വ്യാഴാഴ്ച ദിവസമല്ലേ. അപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടാവും. ആ കാണുന്നതാണ് കേട്ടോ അമ്പലം, അറ്റത്ത് കാണുന്നത്. അപ്പോൾ അങ്ങനെ അമ്പലത്തിലേക്ക് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കണമെന്ന്. അവിടെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അമ്പലത്തിലെത്തി. എല്ലായിടത്തും തൊഴുത് കഴിഞ്ഞിട്ട് വേണം ഭക്ഷണം കൊടുക്കുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ ഭക്ഷണം കഴിക്കണം. ഇന്ന് പിന്നെ മഴയൊന്നും ഇല്ലാത്ത കാരണം സമാധാനമായിട്ട് തൊഴാൻ പറ്റി. അത്യാവശ്യം കുറച്ച് ചെറുതായിട്ട് വെയിലും പിന്നെ ഒരു കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അത് സാധാരണ എന്നും നല്ല മഴയായിരുന്നു രാവിലെ. ഇപ്പോൾ കണ്ട നല്ല വെയിലൊക്കെ ഉണ്ട്. അങ്ങനെ തൊഴുതൊക്കെ ഇറങ്ങി ഭക്ഷണം കഴിക്കുന്ന വരിയാണ് ഇട്ടത്. അതിൽ നിന്നു ഭക്ഷണം കഴിക്കാൻ. അത്യാവശ്യം വരിയും തിരക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഭക്ഷണം കൊടുത്തു തുടങ്ങി. അപ്പോൾ അങ്ങനെ പോയി തുടങ്ങിയിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ ആളുകൾ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു പുറത്തേക്ക് ഇറങ്ങി. 12 മണിയായി. ഇനി ഞങ്ങളുടെ വീടിൻ്റെ അവിടേക്ക് 1:30 ബസ്. അപ്പോൾ കുറച്ച് നേരം അമ്പലത്തിലേക്ക് അത്രയും നേരം ബസ് സ്റ്റോപ്പിൽ ഇരിക്കണ്ടല്ലോ എന്ന് വെച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നു. ആ സമയമാകുമ്പോൾ അങ്ങോട്ട് പോയി മതിലൊന്ന് വിളിച്ചിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞു. സമയമായപ്പോൾ ഞങ്ങൾ അങ്ങനെ ബസ് സ്റ്റോപ്പിൻ്റെ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ എത്തിയപ്പോൾ ഒരടുത്ത വീട്ടിലെ ചേച്ചിനെ കണ്ട് എന്നോട് വർത്തമാനം പറഞ്ഞു. അപ്പോൾ ഇത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.